ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിനും ആമസോണിന്റെ കുയിപ്പറിനും സാറ്റലൈറ്റ് സ്പെക്ട്രം അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് മുകേഷ് അംബാനി ടെലികോം മന്ത്രിക്ക് കത്ത് നൽകിയത് ദിവസങ്ങൾക്ക് മുമ്പാണ്. എന്തുകൊണ്ടാണ് മൊബൈൽ സേവന കമ്പനികളായ ജിയോയും എയർടെലും വോഡഫോണും ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിനെ ഭയപ്പെടുന്നത്? അംബാനിയും സുനിൽ മിത്തലും ബിർളയും ഒരേ സ്വരത്തിൽ സ്റ്റാർലിങ്കിന് സാറ്റലൈറ്റ് സ്പെക്ട്രം നൽകരുതെന്ന് ടെലികോം മന്ത്രിക്ക് അന്ത്യശാസനം നൽകിയതും എന്തുകൊണ്ടാണ്? എല്ലാത്തിനുമുള്ള ഉത്തരം മസ്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നു. ഐഫോണുകളെപ്പോലും വെല്ലുന്ന തന്റെ മൊബൈൽ ഫോൺ ഉടൻ തന്നെ വിപണിയിലെത്തുമെന്നാണ് മസ്ക് പ്രതികരിച്ചിരിക്കുന്നത്. ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഉപഗ്രഹം വഴി ഇന്റർനെറ്റ് സേവനം നൽകാൻ പോകുന്ന കമ്പനിയാണ്. സാറ്റലൈറ്റിൽ നിന്നും നേരിട്ട് മൊബൈലുകളിലേക്കായിരിക്കും ഇന്റർനെറ്റ് കണക്ഷൻ നൽകുക. അപ്പോൾ തടസ്സമില്ലാത്ത, മുറിയാത്ത അതിവേഗ ഇന്റർനെറ്റ് ആയിരിക്കും ലഭിക്കുക. സ്റ്റാർലിങ്കിന് മൊബൈലിലേക്ക് ഇന്റർനെറ്റ് കണക്ഷൻ നൽകാൻ ടവറുകളോ സിഗ്നലുകളോ ആവശ്യമില്ല. അതിനർത്ഥം ടവറുകളില്ലാത്ത കുഗ്രാമങ്ങളിൽ വരെ അനർഗളം പ്രവഹിക്കുന്ന ഇന്റർനെറ്റ് മൊബൈൽ ഫോണുകളിൽ ലഭിക്കും. മൊബൈൽ ഇന്റർനെറ്റിന്റെ കളി മാറ്റുന്ന ചുവടാണ് ഇലോൺ മസ്ക് പങ്കുവച്ചിരിക്കുന്നത്. ഇത് ജിയോ ഉൾപ്പെടെയുള്ള വമ്പന്മാർക്ക് ഭീഷണിയാകുമെന്നും ഉറപ്പായിരിക്കുകയാണ്. അടുത്തിടെ പുറത്തിറങ്ങിയ CNN റിപ്പോർട്ട് പ്രകാരം ചരിത്രത്തിലെ തന്നെ ഏറ്റവും രണ്ടാമത്തെ സമ്പന്നൻ ഇലോൺ മസ്ക് ആണ്. US പ്രസിഡന്റ് ഇലക്ഷനിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതിന് പിന്നാലെ ടെസ്ലയിലേക്കുള്ള നിക്ഷേപം കുത്തനെ കൂടിയതാണ് ഇലോൺ മസ്കിന്റെ ഈ നേട്ടത്തിന് പിന്നിലെ കാരണം. നിലവിൽ മസ്കിന്റെ ആസ്തി $347.8 ബില്യൺ ആണ്. ടെസ്ലയുടെ സ്റ്റോക്കിൽ US തെരഞ്ഞെടുപ്പിന്റെ അന്ന് മാത്രം 40% വർധനവാണ് രേഖപ്പെടുത്തിയത്. ടെസ്ലയിൽ മാത്രമല്ല, മസ്കിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എയ്റോസ്പേസ് എന്നിവയുടെ സ്റ്റോക്കിലും വൻ കുതിപ്പാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. സ്പേസ് എക്സിന്റെ വരാനിരിക്കുന്ന ഫണ്ടിംഗ് കമ്പനിയുടെ മൂല്യം $250 ബില്യൺ ആണെന്നും ഇത് മസ്കിന്റെ ആസ്തി ഇതിലും ഉയർത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. മസ്കിന്റെ നിലവിലെ ആസ്തിയായ $235 ബില്യൺ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും ധനികനായ വ്യക്തിയെന്ന പദവി കൈവശമുള്ള ഒറാക്കിളിന്റെ ചെയർമാൻ ലാറി എല്ലിസണേക്കാൾ $80 ബില്യൺ മുന്നിലാണ്. മസ്കിന്റെ സമ്പത്തിന്റെ ഭൂരിഭാഗവും ടെസ്ലയിലെ 13% ഓഹരികളിൽ നിന്നാണ്.